وإلى حضرات سائر أمواتنا وأموات المسلمين رضوان الله تعالى عنهم اللهم بحقوقهم وبجاههم إنا نسألك أن تجعل الأمر الذي نحن فيه في طاعتك ومرضاتك وخدمة دينك يا ذا الجلال والإكرام اللهم إنا نسألك أن تيسر لنا ولأهل هذا സമരത്തിന് പകരം വിധേയപ്പെടലിന്റെ സംസ്കാരം പുതിയ തലമുറയിൽ രൂപപ്പെട്ടു വരികയാണ്. സമൂഹത്തെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന അജണ്ടയുടെ ഭാഗമായി മുതലാളിത്ത താൽപര്യങ്ങൾക്ക് കീഴൊതുങ്ങി സുഖ താൽപര്യങ്ങൾക്ക് മാത്രം കീഴൊതുങ്ങി നിൽക്കുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷം ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളെയും പിടിപെട്ടുകൊണ്ടിരിക്കുകയാണ്. ചൂഷണത്തിന് പാകപ്പെട്ട ഒരു തലമുറയെയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു ജനസമൂഹത്തിന്റെ ഹൃദയത്തിന്റെ ഭാഷ സംസാരിക്കുന്ന കലാരംഗത്ത്, സാഹിത്യരംഗത്ത് ഈ കടന്നുകയറ്റം വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വ്യത്യസ്തമായ ഒരു ചുവടുവെപ്പുമായാണ് കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനം കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സമൂഹത്തെ സമീപിക്കുന്നത്. സംഘടനയുടെ കലാ സാഹിത്യ മണ്ഡലത്തിൽ വളരെ ശ്രദ്ധേയമായൊരു സംരംഭമായി കഴിഞ്ഞ 1.5 പതിറ്റാണ്ടോളമായി നടന്നു വരുന്ന സാഹിത്യോത്സവം പ്രതികരണശേഷിയുള്ള ഒരു തലമുറയെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ധർമ്മബോധമുള്ള ഒരു തലമുറയെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയുമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അന്യന്റെ വേദനകൾ അറിയുന്ന, സഹജീവിയുടെ ദുഃഖങ്ങൾ അറിയുന്ന കലാപ്രവർത്തകനെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 13 വർഷക്കാലത്തെ സാഹിത്യോത്സവ ചരിത്രം പരിശോധിക്കുമ്പോൾ സമൂഹത്തിന് ഉപകാരപ്രദമായ രൂപത്തിൽ തങ്ങളുടെ പ്രതിഭാത്വം ഉപയോഗപ്പെടുത്തുന്ന ധാരാളം പ്രതിഭകളെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ ഈ ഒരു സംരംഭത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ സാഹിത്യോത്സവിന്റെ സ്വാഗത സംഘം ഭാരവാഹികൾ വളരെ നന്നായി ഈ പരിപാടി നമ്മയൊക്കെ സ്വീകരിക്കുന്നതിനു വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഗത സംഘത്തിന്റെ ഭാരവാഹികൾ എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഓതിവെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിന്റെ പ്രമാണങ്ങളിൽപ്പെട്ട അള്ളാഹുവിന്റെ ഉന്നത ദാസന്മാരെ പരിചയപ്പെടുത്തിയ വിശേഷങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയ ഒരായത്ത്, അഥവാ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് വല്ലദീന യഖൂലൂന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പറഞ്ഞുകൊണ്ടിരിക്കുക, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത അയുൻ, ഞങ്ങളുടെ പത്നിമാരിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങളുടെ കണ്ണിൽ കൊഴുപ്പിക്കുന്ന സന്തോഷദായകമായ ജീവിതം നീ കാണിച്ചു തരണം അല്ലാഹുവേ. ഇത് ജീവിക്കുന്ന തലമുറയെപ്പറ്റിയാണെങ്കിൽ തുടർന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നു, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളുടെ ഈ പരമ്പരക്ക് മാത്രം നീ അനുഗ്രഹിച്ചാൽ പോരാ, വരാൻ പോകുന്ന തലമുറ മുത്തഖീങ്ങളാവണം, ഞങ്ങൾ അവരുടെ നേതാക്കളുമാക്കി തരാൻ നീ അനുഗ്രഹിക്കണേ. എത്രമാത്രം അർത്ഥവത്തായ പ്രാർത്ഥനയാണ് അത് എന്ന് തീർച്ചയായും SSFന്റെ ഈ വേദിയിൽ ഞാൻ അനുസ്മരിപ്പിക്കുക. ഈ മുസ്ലിം സമുദായം അവർ ഈ ജീവിക്കുന്ന വർത്തമാനകാലത്തെ സംബന്ധിച്ച് മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറയെക്കുറിച്ച് പോലും ബോധവാന്മാർ ആയിരിക്കണം. അതാണ് മുസ്ലിം സമുദായം. കേരളത്തിലെ സുസംഘടിതമായ സാംസ്കാരിക പ്രസ്ഥാനങ്ങളിൽ പ്രസ്ഥാനങ്ങളുടെ സകലാർത്ഥത്തിലുമുള്ള ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ SSF അദൃശ്യതയോടെ മുന്നിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ പൂർവാനുഭവങ്ങൾ
എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ദാർശനികമായ ആദർശപരമായ അവസ്ഥാനം ഇസ്ലാമിക സംസ്കൃതിയുമാണ്. ആ പ്രതലത്തിൽ നിന്നുകൊണ്ട് സാഹിതീയമായ, കലാപരമായ, സർഗപരമായ പ്രവർത്തനങ്ങളെ കുറിച്ച് 2-4 കാര്യങ്ങൾ സൂചിപ്പിച്ച് നിഷ്ക്രമിക്കാം എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഇവിടെ അക്ഷരവും, ഇവിടെ അറിവും, ഇവിടെ ഗ്രന്ഥവും, ഇവിടെ വായനയും ഇസ്ലാമിൻ്റെ അലംഘ്യമായ ദൗത്യങ്ങളിൽ ചിലതാണെന്ന് ഞാൻ അറിയുന്നു. പക്ഷെ ഓർമ്മിക്കുക, ഒരു സത്യവേദ വിശ്വാസിയുടെ, ഒരു മുസൽമാന്റെ ഇസ്ലാം സംസ്കൃതി ഹൃദയത്തിൽ വാരിയണിഞ്ഞ് നിൽക്കുന്ന ഒരു സാത്വിക മനസ്സിന്റെ, ഒരു മുസൽമാന്റെ, നിങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ വിശ്രമമില്ലാത്ത പ്രവർത്തനത്തിൻ്റെ ഫലമായി നാളെ ഈ സമൂഹതലത്തിൽ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയാൻ എനിക്ക് ശക്തി തരുന്ന ഒരു സമൂഹം, ആദർശത്തിൻ്റെ ബലിവേദിയിൽ സ്വയം സമർപ്പിക്കാൻ സന്നദ്ധമായ ഒരു ഉമ്മത്ത് സംസൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ ശ്രമഫലമായി ഒന്നന്തരം മുസൽമാനെ ഈ സമൂഹത്തിന്, ഈ കാലഘട്ടത്തിന് സംഭാവന ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇസ്ലാം എന്നത്, മുസ്ലിം എന്നത് സമൂഹത്തിൻ്റെ ഒരു അഭിശാപമല്ല. മുസ്ലിം എന്നത് സമൂഹത്തിലെ സൗഭാഗ്യമാണ്. ആ സൗഭാഗ്യങ്ങളുടെ അർത്ഥൗചിത്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആദർശത്തിൻ്റെ അഗ്നിശലാഖകളായി മാറിക്കൊണ്ട് നാളത്തെ സമൂഹത്തെ പ്രകാശപൂരിതമാക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. SSF എന്ന് പറയുന്ന ഈ സാംസ്കാരിക പ്രസ്ഥാനം കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് നവനവങ്ങളായ ആശയങ്ങളും ഒരു സാംസ്കാരിക തനിമയും വെച്ചു പുലർത്തുന്ന ഒരു മഹത്തായ പ്രസ്ഥാനമായിട്ട് എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു. പാവങ്ങളോട് കരുണ കാണിക്കുന്ന, പാവപ്പെട്ടവന്റെ മനസ്സ് തിരിച്ചറിയുന്ന, രാജ്യത്തെ ഉത്തമന്മാരായ പൗരന്മാരായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന, വളർത്തണമെന്ന് ശഠിക്കുന്ന ഇതിൻ്റെ നേതാക്കന്മാരും ഇതിലെ വിദ്യാർത്ഥികളും സമൂഹത്തിൽ ആദരിക്കപ്പെടേണ്ടവരാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പാവപ്പെട്ടവനെ സംരക്ഷിക്കുന്നവൻ, ആ അർത്ഥത്തിൽ ആ ദാർശനികമായ സമീപനം ഉൾക്കൊള്ളുന്ന ഒരു യുവതലമുറയെ സൃഷ്ടിക്കാൻ വിദ്യാർത്ഥി സമൂഹം SSF-ലൂടെ അങ്ങനെ ഒരു തലമുറയെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കെൽപ്പുണ്ടാകട്ടെ, ശേഷിയുണ്ടാകട്ടെ. അതിനാരായാലും എല്ലാ കോണിൽ നിന്നും നിങ്ങൾക്ക് അങ്ങേയറ്റത്തെ സഹായഹസ്തങ്ങൾ, സഹകരണങ്ങൾ ലഭിക്കും. സാഹിത്യരംഗത്ത് വളർന്നു വരുന്ന കലാവാസന വികസിപ്പിച്ചെടുക്കുവാനും അതുവഴി അവരുടെ ഭാവനകൾ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിൽ മുന്നോട്ട് നയിക്കുവാനും കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാഹസിന് എല്ലാവിധ ഭാവങ്ങൾ നേരുന്നു, നിർത്തുന്നു. മാതൃകാപരമായ ഒട്ടേറെ സമരങ്ങൾ നയിച്ച ഈ SSF-ന് എല്ലാവിധ അഭിവാദനങ്ങളും നേരിടുന്നതിന് മാത്രമാണ് ഞാനിവിടെ എത്തിയത്. തുടർന്നും നിങ്ങളൊക്കെ തന്നെ ഈ പാൻ മസാല, അതുപോലെ വളരെ സമൂഹത്തിന് വളരെയധികം ഒട്ടേറെ നാശം വിതക്കുന്ന പ്രവണതകൾക്കൊക്കെ തന്നെ എതിരായി ഇനിയും ആ സമരവുമായി മുന്നേറാൻ നിങ്ങൾക്ക് കഴിവും ത്രാണിയും ഉണ്ടാവും. അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ തന്നെ ഭീകരതക്കെതിരെ കൂടുതൽ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്, ഈയിടെ നമ്മൾ ഒക്കെ വായിക്കാൻ കഴിഞ്ഞു, ആഗോളതലത്തിലുള്ള ഭീകരത നമ്മുടെ രാജ്യത്തെ കാർന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ അതിലേക്കും കൂടി നിങ്ങൾ ശ്രദ്ധ ഊന്നണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കാൻ. കേരളത്തിലെ
സുന്നി പ്രസ്ഥാനം ആത്മീയമായ മൂല്യങ്ങളുടെ സംസ്ഥാപനം കൊണ്ട് മാത്രമേ സമൂഹത്തിൽ പുരോഗതിയും ഉയർച്ചയും ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളെന്ന് മനസ്സിലാക്കിയ കേരളത്തിലെ ആധികാരിക മതപണ്ഡിത സംഘടന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദർശ ലക്ഷ്യങ്ങളിൽ അധിഷ്ഠിതമായി ഈ മഹത്തായ പ്രസ്ഥാനം കേരളത്തിൽ ധാരാളമായി വളരെ കഠിനാധ്വാനം ചെയ്ത് നടത്തുന്ന സ്ഥാപനങ്ങളുടെ ഏറ്റവും വലിയൊരു സ്ഥാപനത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മതഭൗതിക സാങ്കേതിക വിദ്യാഭ്യാസ സമന്വയമെന്ന ഏറ്റവും മഹത്തായ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി സ്ഥാപിതമായ മഹത്തായ സ്ഥാപനം ജാമിയ സഅദിയ, ഇതിന്റെ വേദിയിലിരുന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കാനും കഴിഞ്ഞതിൽ വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ബഹുമാന്യരായ പണ്ഡിതന്മാർ, MA ഉസ്താദിനെ പോലെയുള്ള AP ഉസ്താദിനെ പോലെയുള്ള വലിയ പണ്ഡിതന്മാർ, അവർ ഈ സമൂഹത്തിന്റെ കാര്യത്തിൽ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി തന്നെ ഈ സമൂഹത്തെ വിദ്യാഭ്യാസവുമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നു. അവർക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കാൻ ഈ സമൂഹം ബാധ്യസ്ഥരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട MA ഉസ്താദിനെ പോലെയുള്ള AP ഉസ്താദിനെ പോലെയുള്ള നമ്മളെല്ലാ നേതാക്കൾക്കും അല്ലാഹു അവന്റെ തൃപ്തിയിലും ദീനീ ഖിദ്മത്തിനുമായി ആഫിയത്തോട് ദീർഘായുസ് നൽകുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിക്കുന്നു. വ്യവസ്ഥാപിതമായി വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുമായാണ് പലപ്പോഴും നാം ഇറങ്ങിത്തിരിക്കുന്നത്. നമുക്കറിയാം, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് കേരളത്തിൽ ജില്ലാ സമ്മേളനങ്ങൾ അതിവിപുലമായി പൂർത്തിയാക്കിയ നാം ആഗ്രഹിച്ച രൂപത്തിൽ തന്നെ സാമ്രാജ്യത്വ ശക്തികൾക്ക് ബലം നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ വസ്തുക്കളെയും എല്ലാ സംവിധാനങ്ങളെയും നിരുത്സാഹപ്പെടുത്തുകയും അതിനെ മാറ്റിത്തിരുത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരുന്ന SSFന്റെ ആവശ്യങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെന്റ് അംഗീകാരം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, കോളകളെയും പെപ്സി കോളകളെയും ഒക്കെ നിരോധിച്ചുകൊണ്ട് ഗവൺമെന്റ് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ട പ്രവർത്തകരോട് നമുക്ക് പറയാനുള്ളത്, എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ആത്മാർത്ഥമായി രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി അതത് കാലങ്ങളിൽ നാം ഉന്നയിക്കുന്ന ഓരോ പ്രമേയങ്ങളും രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയെ മുന്നിൽ കണ്ടുകൊണ്ടാവുന്നതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി അതത് സമയങ്ങളിൽ അത് വിജയത്തിലേക്ക് എത്തുന്നുണ്ട്. അതുകൊണ്ട് സംഘടനാ നേതൃത്വം നിങ്ങളിലേക്ക് നിർദ്ദേശിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും വളരെ ആത്മാർത്ഥതയോടുകൂടെ ചിട്ടയൊപ്പിച്ച് പ്രവർത്തിക്കാൻ നിങ്ങളൊക്കെയും ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. സന്തോഷത്തോടുകൂടെ ഈ കോളയുടെ നിരോധനങ്ങളെ നാം ഉൾക്കൊള്ളുകയും നമ്മുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി നാം വിലയിരുത്തുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നാം ഏറ്റെടുത്തിരിക്കുന്ന ഏറ്റവും വലിയൊരു മുദ്രാവാക്യമാണ് പാൻ മുക്ത വിദ്യാലയം എന്നത്. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, അത് മറന്നു പോകാൻ പാടില്ല. കേരള ഗവൺമെന്റിന്റെ മുന്നിലും ഇന്ത്യ ഗവൺമെന്റിന്റെ മുന്നിലും നമുക്ക് ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കാനുള്ളതാണ് പാൻ മുക്ത വിദ്യാലയം എന്ന ആശയം. ഈ ആശയം നേടിയെടുക്കുന്നത് വരെ നാം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കണമെന്നത് സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾക്കനുസൃതമായി, അറിയിപ്പുകൾക്കനുസൃതമായി നിങ്ങൾ എപ്പോഴും പ്രവർത്തന സജ്ജരായിരിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. സാംസ്കാരിക സാമ്രാജ്യത്വം വിസമ്മതിക്കുക എന്ന ഉജ്ജ്വലമായ ഒരു സന്ദേശം കൈരളിയുടെ മുമ്പിൽ സംഘടന സമർത്ഥമായി സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സാഹിത്യോത്സവങ്ങൾ 13ാം വർഷത്തിലേക്ക് കടന്ന ഈ സന്ദർഭത്തിൽ അധിനിവേശ ശക്തികൾക്കെതിരെയുള്ള വീറുറ്റ ഒരു സമരായുധമായി സാഹിത്യത്തെയും സർഗവാസനകളെയും മാറ്റിയെടുക്കണമെന്ന് SSF ആഗ്രഹിക്കുകയാണ്. സാഹിത്യരംഗത്ത് സാമ്രാജ്യത്വം അതിൻ്റെ ആധിപത്യം സ്ഥാപിക്കാറുണ്ട്. സാമ്രാജ്യത്വ ശക്തികൾക്ക് ഒരുപാട് ഉപകരണങ്ങളുണ്ട്. എന്തും അവരുടെ ഉപകരണമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ലോകവേദികളും ഉടമ്പടികളും കരാറുകളും സാമ്പത്തിക സഹായങ്ങളും കച്ചവടവും കൃഷിയും
സാഹിത്യവും ഭാഷയുമെല്ലാം അവരുടെ ഉപകരണങ്ങളാണ്. ഈ ഉപകരണങ്ങളിൽ ഓരോന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് സാമ്രാജ്യത്വത്തെ പ്രതിരോധിക്കാൻ ശക്തമായി നാം രംഗത്തിറങ്ങണമെന്ന് ഈ സന്ദർഭം ആഗ്രഹിച്ചു പോവുകയാണ്. വർഗീയത തീവ്രവാദത്തിലേക്കും തീവ്രവാദം ഭീകരവാദത്തിലേക്കും വഴിമാറിയിട്ട് വളരെ വലിയ ചോദ്യചിഹ്നങ്ങളും നിലനിൽപ്പിന്റെ ചോദ്യങ്ങളും സമൂഹത്തിന് മുമ്പിൽ ഉന്നയിക്കുമ്പോൾ അത്തരം വിഷയങ്ങളെയും പ്രസ്ഥാനങ്ങളെയും അത്തരം ശക്തികളെയും വളരെ കരുതലോടുകൂടി സമൂഹം ഒന്നിച്ച് ഒറ്റപ്പെടുത്തണമെന്ന് ഈ സന്ദർഭത്തിൽ നവോത്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി കേരളീയ ജനതയെ ബോധവൽക്കരിക്കാനുള്ള വളരെ കഠിനമായ പ്രയത്നത്തിലാണ് കേരളത്തിലെ SYS-ഉം SSF-ഉം മറ്റു സുന്നി സംഘടനകളും സുന്നി സ്ഥാപനങ്ങളും. ഈ ധർമ്മ പോരാട്ടത്തിൽ എല്ലാവരുടെയും പിന്തുണയും സഹായവും ഉണ്ടായിരിക്കണമെന്ന് വിനീതമായി ആഗ്രഹിച്ചു. അങ്ങനെ സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മഹത്തായ SSF-ന്റെ സംസ്ഥാന സാഹിത്യോത്സവന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ആദർശ രംഗത്ത് കെട്ടുറപ്പോടുകൂടി ധൈര്യത്തോടുകൂടി മുന്നേറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കരുത്ത് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദ്വാരന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അലി അബ്ദുള്ള സാഹിബ്, BS അബ്ദുള്ള കുഞ്ഞി ഫൈസി തുടങ്ങിയ മുഴുവൻ നേതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്.